വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്ന കൈകൾ പ്രേയിങ് ഹാൻഡ്സ് എന്ന മനോഹരമായ കഥ വായിക്കാം. ബാക്ക് ഇൻ ദ 15th century, in a tiny village in Germany, lived the Dürer family with 18 children. ബാക്ക് ഇൻ ദ 15th century എന്ന് പറഞ്ഞാൽ 15ാം നൂറ്റാണ്ടിൽ ഇൻ എ ടൈനി വില്ലേജ് ഇൻ ജർമ്മനി. ടൈനി വളരെ ചെറിയ, ജർമ്മനിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ലീവ്ഡ് ദ ഡ്യൂറർ ഫാമിലി, ഡ്യൂറർ കുടുംബം താമസിച്ചിരുന്നു. വിത്ത് 18 ചിൽഡ്രൻ, 18 മക്കളോടൊപ്പം. ബാക്ക് ഇൻ ദ 15th century, in a tiny village in Germany, lived the Dürer family with 18 children. 15ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ 18 മക്കളുള്ള ഡ്യൂറർ കുടുംബം താമസിച്ചിരുന്നു. യെസ്, 18, അതെ 18. Just to keep food on the table for this big family, the father, who was a goldsmith by profession, worked for almost 18 hours a day. Just to keep food on the table. അങ്ങനെ പറഞ്ഞാൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക, പ്രത്യേകിച്ച് കുടുംബത്തിന് ഭക്ഷണം വാങ്ങാൻ ആവശ്യമായ പണം സമ്പാദിക്കുക എന്നർത്ഥമുള്ള ഒരു ശൈലിയാണത്. അതായത് ആ കുടുംബത്തിന് ആഹാരം നൽകുന്നതിനായി മാത്രം. ദ ഫാദർ, ഹൂ വാസ് എ ഗോൾഡ്സ്മിത്ത് ബൈ പ്രൊഫഷൻ, സ്വർണ്ണപ്പണിക്കാരനായിരുന്ന പിതാവ്. വർക്ക്ഡ് ഫോർ ഓൾമോസ്റ്റ് 18 hours എ ഡേ, ദിവസവും ഏകദേശം 18 മണിക്കൂർ ജോലി ചെയ്തു. ഈ വലിയ കുടുംബത്തിന് ഭക്ഷണം നൽകുന്നതിനായി മാത്രം സ്വർണ്ണപ്പണിക്കാരനായിരുന്ന പിതാവ് ദിവസം ഏകദേശം 18 മണിക്കൂർ ജോലി ചെയ്തു. ഹി ഓൾസോ ടുക്ക് ഓൺ എനി അതർ പേയിങ് ജോബ് ഹി കുഡ് ഫൈൻഡ് ഇൻ ദ നൈബർഹുഡ്. ടുക്ക് ഓൺ എന്നാൽ ടേക്ക് ഓൺ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ടുക്ക് ഓൺ. അതിൻ്റെ അർത്ഥം ഏറ്റെടുത്തു അല്ലെങ്കിൽ സ്വീകരിച്ചു എന്നാണ്. ഹി ഓൾസോ ടുക്ക് ഓൺ എനി അതർ പേയിങ് ജോബ്, വേതനം കിട്ടുന്ന മറ്റു ജോലികളും അദ്ദേഹം ഏറ്റെടുത്തു. നൈബർഹുഡ്, അയൽ പ്രദേശം, സമീപ പ്രദേശം അല്ലെങ്കിൽ ചുറ്റുപാട്. അപ്പോൾ അയൽ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അയൽപക്കത്ത് ലഭിക്കുന്ന വരുമാനമുള്ള മറ്റു ജോലികളും അദ്ദേഹം ഏറ്റെടുത്തു. ഡെസ്പൈറ്റ് ദെയർ ഹോപ്പ്ലെസ് കണ്ടീഷൻ, two of the older children, Albrecht and Albert, had a dream. Despite their hopeless condition എന്ന് വെച്ചാൽ നിരാശാജനകമായ അവസ്ഥയിലും അല്ലെങ്കിൽ ആ അവസ്ഥയുണ്ടായിട്ടും, two of the older children, മൂത്ത കുട്ടികളിൽ 2 പേർ, ആൽബ്രെക്റ്റ് ആൻഡ് ആൽബർട്ട്, had a dream, അവർക്ക് എന്തുണ്ടായിരുന്നു? had a dream, ഒരു സ്വപ്നമുണ്ടായിരുന്നു. അവരുടെ ദയനീയമായ സാഹചര്യങ്ങൾക്കിടയിലും മൂത്ത മക്കളായ ആൽബ്രെക്റ്റിനും ആൽബർട്ടിനും ഒരു സ്വപ്നമുണ്ടായിരുന്നു. ദേ ബോത്ത് വാണ്ടഡ് ടു പെർസ്യൂ ദെയർ ടാലൻറ്റ് ഫോർ ആർട്ട്. ദേ ബോത്ത്, അവർ 2 പേരും, വാണ്ടഡ്, ആഗ്രഹിച്ചു, ടു പെർസ്യൂ, പിന്തുടരുക. അവർ 2 പേർക്കും കലയിലുള്ള തങ്ങളുടെ കഴിവ് വളർത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ബട്ട് ദേ ന്യൂ ദാറ്റ് ദെയർ ഫാദർ വുഡ് നെവർ ബി ഏബിൾ ടു സെൻഡ് ദം ടു സ്റ്റഡി അറ്റ് ദ അക്കാദമി. ബട്ട്, എന്നാൽ, ദേ ന്യൂ, അവർക്ക് അറിയാമായിരുന്നു, വുഡ് നെവർ ബി ഏബിൾ ടു, ഒരിക്കലും കഴിയില്ലായിരുന്നു, സെൻഡ് ദം, അവരെ അയക്കാൻ, ടു സ്റ്റഡി, പഠിക്കാൻ, അറ്റ് ദ അക്കാദമി, അക്കാദമിയിൽ. എന്നാൽ തങ്ങളുടെ പിതാവിന്
തങ്ങളെ അക്കാദമിയിൽ പഠിക്കാൻ അയക്കാൻ കഴിയില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു. After many long discussions, the two boys finally worked out a pact. Long discussion, നീണ്ട ചർച്ച. Worked out a pact, ഒരു ഔദ്യോഗികമായ ഒരു ധാരണയിലെത്തി. പാക്ട് എന്ന് പറഞ്ഞാൽ ഒരു ധാരണ അല്ലെങ്കിൽ കരാർ. വർക്ക്ഡ് ഔട്ട്, ചർച്ച ചെയ്ത് അവർ തീരുമാനിച്ചു. നീണ്ട ചർച്ചകൾക്ക് ശേഷം ആ രണ്ട് കുട്ടികളും ഒടുവിൽ ഒരു ധാരണയിലെത്തി. They would toss a coin. അവർ ഒരു നാണയം ടോസ് ചെയ്യും. The loser would go down into the nearby mines. Nearby, സമീപത്ത്, മൈൻ, ഖനി. തോൽക്കുന്നയാൾ അടുത്തുള്ള ഖനികളിൽ ജോലിക്ക് പോകും. His earnings would support his brother to study at the academy. His, അവൻ്റെ, earnings, വരുമാനം, support, സഹായിക്കുക അല്ലെങ്കിൽ പിന്തുണ നൽകുക. അവൻ്റെ വരുമാനം സഹോദരൻ്റെ അക്കാദമി പഠനത്തിന് സഹായിക്കും. In 4 years, the brother who won the toss would complete his studies. In 4 years, 4 വർഷത്തിനുള്ളിൽ, won, വിൻ എന്ന് പറഞ്ഞാൽ ജയിക്കുക, വിന്നിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് won, ജയിച്ചു. കംപ്ലീറ്റ് മീനിങ്, കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുക. 4 വർഷത്തിനുള്ളിൽ ടോസ് ജയിച്ച സഹോദരൻ തൻ്റെ പഠനം പൂർത്തിയാക്കും. He would then support his brother to go to the academy. Go meaning പോകുക. അതിനുശേഷം അദ്ദേഹം തൻ്റെ സഹോദരനെ അക്കാദമിയിൽ പോകാൻ സഹായിക്കും. If necessary, he would even work in the mines for that. If necessary, ആവശ്യമെങ്കിൽ അതിനായി അദ്ദേഹം ഖനികളിലും ജോലി ചെയ്യും. One Sunday morning, after church, they tossed the coin that would determine their future. Determine, തീരുമാനിക്കുക, future, ഭാവി. ഒരു ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോയ ശേഷം അവർ തങ്ങളുടെ ഭാവി നിർണയിക്കുന്ന ആ നാണയം ടോസ് ചെയ്തു. Albrecht Dürer, the young brother, won the toss and went off to the academy. Young brother, ഇളയ സഹോദരൻ, won, ജയിച്ചു, went off to the academy meaning അക്കാദമിയിലേക്ക് പോയി. ഇളയ സഹോദരനായ ആൽബ്രെക്റ്റ് ഡ്യൂറർ ടോസ് ജയിക്കുകയും അക്കാദമിയിലേക്ക് പോവുകയും ചെയ്തു. ആൽബർട്ട് went down into the dangerous mines and for the next 4 years supported his brother. Dangerous, അപകടകരമായ. ആൽബർട്ട് അപകടകരമായ ഖനികളിൽ ജോലി ചെയ്ത് അടുത്ത 4 വർഷം സഹോദരനെ സഹായിച്ചു. ആൽബ്രെക്റ്റ് work at the academy was almost an immediate sensation. Immediate, വളരെ വേഗത്തിൽ, sensation meaning വലിയ ശ്രദ്ധ നേടുന്ന കാര്യം. സോ അക്കാദമിയിലെ ആൽബ്രെക്റ്റിൻ്റെ സൃഷ്ടികൾ വളരെ വേഗം പ്രശസ്തമായി. ആൽബ്രെക്റ്റ്സ് etching, his woodcuts and his oil paintings were far better than those of most of his professors. ആൽബ്രെക്റ്റിൻ്റെ കൊത്തുപണികൾ, വുഡ് കട്ടുകൾ, ഓയിൽ പെയിൻറ്റിങ്ങുകൾ എന്നിവ അദ്ദേഹത്തിൻ്റെ മിക്ക പ്രൊഫസർമാരുടേതിനേക്കാളും മികച്ചതായിരുന്നു. By the time he graduated, he was beginning to earn a considerable fee for his work. Graduated, പഠനം പൂർത്തിയാക്കി, beginning to earn, സമ്പാദിക്കാൻ തുടങ്ങി, കൺസിഡറബിൾ ഫീ, നല്ലൊരു തുക. പഠനം പൂർത്തിയാകുമ്പോഴേക്കും
അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്കായി നല്ല വരുമാനം ലഭിക്കാൻ തുടങ്ങി. When the young artist returned to his village, the Dürer family held a festive dinner on their lawn to celebrate his homecoming. Returned മടങ്ങിയെത്തി, held നടത്തി, ഫെസ്റ്റീവ് ഡിന്നർ ആഘോഷവിരുന്ന്, ലോൺ വീട്ടുമുറ്റത്തെ പച്ചപ്പുള്ള സ്ഥലം, ഹോം കമ്മിങ് വീട്ടിലേക്കുള്ള തിരിച്ചുവരവ്. യുവകലാകാരൻ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവാഘോഷിക്കാൻ ഡ്യൂറർ കുടുംബം വീട്ടുമുറ്റത്ത് വിരുന്നൊരുക്കി. ഇറ്റ് വാസ് എ ലോങ് ആൻഡ് മെമ്മറബിൾ മീൽ ഫിൽഡ് വിത്ത് മ്യൂസിക് ആൻഡ് ലാഫർ. ലോങ് ദീർഘമായ, മെമ്മറബിൾ ഓർമ്മിക്കപ്പെടുന്ന, മീൽ ഭക്ഷണം, ഫിൽഡ് വിത്ത് മ്യൂസിക് സംഗീതം നിറഞ്ഞ, ലാഫർ ചിരി. സംഗീതവും ചിരിയും നിറഞ്ഞ ദീർഘവും ഓർമ്മപ്പെടുത്തുന്നതുമായ ഒരു വിരുന്നായിരുന്നു അത്. അറ്റ് ദ എൻഡ് ആൽബ്രെക്റ്റ് റോസ് ഫ്രം ഹിസ് ഓണേർഡ് പൊസിഷൻ അറ്റ് ദ ഹെഡ് ഓഫ് ദ ടേബിൾ. റോസ് ഫ്രം എഴുന്നേറ്റു, ഓണേർഡ് പൊസിഷൻ ആദരണീയമായ സ്ഥാനം, ഹെഡ് ഓഫ് ദ ടേബിൾ മേശയുടെ തലപ്പത്ത്. അവസാനത്തിൽ മേശയുടെ മുൻവശത്തെ ആദരണീയ സ്ഥാനത്ത് നിന്ന് ആൽബ്രെക്റ്റ് എഴുന്നേറ്റു. He drank a toast to his beloved brother for the years of sacrifice that had enabled him to fulfill his ambition. Drink a toast. ആരെയെങ്കിലും അല്ലെങ്കിൽ എന്തിനെയെങ്കിലും ബഹുമാനിച്ച് ഗ്ലാസ് ഉയർത്തി കുടിക്കുക. ബിലൗഡ് പ്രിയപ്പെട്ട, സാക്രിഫൈസ് വലിയൊരു കാര്യത്തിന് വേണ്ടി വിലപ്പെട്ട എന്തെങ്കിലും ഉപേക്ഷിക്കുക. ഇനേബിൾഡ് പ്രാപ്തമാക്കി. ഫുൾഫിൽ ഹിസ് അംബീഷൻ അവൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ലക്ഷ്യം സാധിക്കാൻ. തൻ്റെ ആഗ്രഹം നിറവേറ്റാൻ സഹായിച്ച പ്രിയ സഹോദരൻ്റെ വർഷങ്ങളായുള്ള ത്യാഗത്തിന് നന്ദിയായി അദ്ദേഹം ഗ്ലാസ് ഉയർത്തി. ഹിസ് ക്ലോസിംഗ് വേർഡ്സ് വേർ, ആൻഡ് നൗ ആൽബർട്ട്, ബ്ലെസ്ഡ് ബ്രദർ ഓഫ് മൈൻ, നൗ ഇറ്റ് ഈസ് യുവർ ടേൺ. യുവർ ടേൺ മീനിങ് നിന്റെ ഊഴം. അവസാനമായി അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ എൻ്റെ പ്രിയ സഹോദരൻ ആൽബർട്ട്, ഇനി നിന്റെ സമയമാണ്. നൗ യു ക്യാൻ ഗോ ടു ദ അക്കാദമി ടു പെർസ്യൂ യുവർ ഡ്രീം ആൻഡ് ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. പെർസ്യൂ പിന്തുടരുക. ഇപ്പോൾ നിനക്ക് നിന്റെ സ്വപ്നം പിന്തുടരാൻ അക്കാദമിയിൽ പോകാം, ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം. All heads turned in eager expectation to the far end of the table where Albert sat. Eager ആകാംക്ഷ, eager expectation ആകാംക്ഷയോടുള്ള പ്രതീക്ഷ. Far end അങ്ങേയറ്റം, sat ഇരുന്നു. ആൽബർട്ട് ഇരുന്ന മേശയുടെ അറ്റത്തേക്ക് എല്ലാവരും പ്രതീക്ഷയോടെ നോക്കി. Tears were streaming down his pale face. Tears കണ്ണുനീർ, streaming down നിർത്താതെ ഒഴുകുക, pale face വിളറിയ മുഖം. അദ്ദേഹത്തിൻ്റെ വിളറിയ മുഖത്തുകൂടെ കണ്ണുനീർ ഒഴുകുകയായിരുന്നു. Shaking his lowered head from side to side, he sobbed and repeated over and over again. No. Shaking his head തലകുലുക്കുക, sobbed വിതുമ്പിക്കരഞ്ഞു, repeated ആവർത്തിച്ചു. കുനിച്ച തല വശങ്ങളിലേക്ക് ചലിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിങ്ങിക്കരഞ്ഞു, വീണ്ടും വീണ്ടും ആവർത്തിച്ചു, ഇല്ല ഇല്ല. Finally, Albert rose and wiped the tears on his cheeks. Wiped തുടച്ചു, cheek കവിൾ. ഒടുവിൽ ആൽബർട്ട് എഴുന്നേറ്റ് തൻ്റെ കവിളിലെ കണ്ണുനീർ തുടച്ചു. He glanced down
The long table at the faces he loved. Glanced down, താഴേക്ക് ഒന്ന് നോക്കി, അല്ലെങ്കിൽ കണ്ണ് താഴ്ത്തി നോക്കി. അദ്ദേഹം ആ നീണ്ട മേശയ്ക്കു ചുറ്റുമിരുന്ന താൻ സ്നേഹിക്കുന്ന മുഖങ്ങളിലേക്ക് നോക്കി. Then, holding his hands close to his right cheek, he said softly, "No, brother, I cannot go to the academy." തുടർന്ന് തൻ്റെ കൈകൾ വലത് കവിളിനോട് ചേർത്ത് പിടിച്ച് അദ്ദേഹം മൃദുവായി പറഞ്ഞു, "ഇല്ല സഹോദര, എനിക്ക് അക്കാദമിയിൽ പോകാൻ കഴിയില്ല. It is too late for me. Look what 4 years in the mine have done to my hands." എനിക്ക് വൈകിപ്പോയി. നോക്കൂ, ഖനികളിലെ 4 വർഷം എൻ്റെ കൈകളെ എന്താണ് ചെയ്തതെന്നു നോക്കൂ. The bones in every finger have been smashed at least once. Bones, എല്ലുകൾ, finger, വിരൽ, smashed, തകർത്തു. എല്ലാ വിരലുകളിലെയും എല്ലുകൾ ഒരു തവണയെങ്കിലും തകർന്നിട്ടുണ്ട്. I cannot even hold a glass to return your toss, much less make art on canvas with a pen or a brush. Hold, പിടിക്കുക. എനിക്ക് നിനക്ക് നന്ദി പറയാൻ ഒരു ഗ്ലാസ് പോലും പിടിക്കാൻ കഴിയില്ല. പിന്നെങ്ങനെ ഒരു പേനയോ ബ്രഷോ ഉപയോഗിച്ച് ക്യാൻവാസിൽ ചിത്രം വരയ്ക്കും? More than 500 years have passed. 500-ലധികം വർഷങ്ങൾ കടന്നുപോയി. By now, hundreds of Albrecht Dürer's masterful portraits, pen and silver point sketches, watercolors, charcoals, woodcuts and copper impressions hang in every great museum in the world. ഇപ്പോൾ ആൽബ്രെക്റ്റ് ഡ്യൂററിൻ്റെ 100 കണക്കിന് ചിത്രങ്ങളും സ്കെച്ചുകളും ജലച്ഛായങ്ങളും വുഡ് കട്ടുകളും ലോകത്തിലെ പ്രധാന മ്യൂസിയങ്ങളിലൊക്കെയും പ്രദർശിപ്പിച്ചിരിക്കുന്നു. But most people are familiar with only one of Albrecht Dürer's works. Familiar, സുപരിചിതമായ. എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം മാത്രമാണ് സുപരിചിതം. One day, he decided to pay homage to his brother Albert for all that he had sacrificed. Homage, ആദരവ്. ഒരു ദിവസം തൻ്റെ സഹോദരൻ ആൽബർട്ട് ചെയ്ത എല്ലാ ത്യാഗങ്ങൾക്കും ആദരവർപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ആൽബ്രെക്റ്റ് ഡ്യൂറർ painstakingly drew his brother's abused hands with palms held together with the thin fingers stretched skyward. Painstakingly, വളരെ ശ്രദ്ധയോടെ. drew, വരച്ചു. stretched, നീട്ടി. കൈകൾ ചേർത്ത് വിരലുകൾ ആകാശത്തേക്ക് നീട്ടിയ നിലയിൽ സഹോദരൻ്റെ മുറിവേറ്റ കൈകൾ ആൽബ്രെക്റ്റ് ശ്രദ്ധാപൂർവം വരച്ചു. He called his powerful drawing simply hands. അദ്ദേഹം തൻ്റെ ആ കരുത്തുറ്റ ചിത്രത്തിന് സിംപ്ലി ഹാൻഡ്സ് എന്ന് പേരിട്ടു. But the world renamed his tribute of love as the praying hands. എന്നാൽ ലോകം ആ സ്നേഹ സ്മാരകത്തെ The Praying Hands എന്ന് വിളിച്ചു. The next time you see a copy of that touching creation, take a second look. അടുത്ത തവണ ആ ഹൃദയസ്പർശിയായ ചിത്രം കാണുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കൂ. Let us remember that no one ever makes it alone. ഒരാളും
ഒരിക്കലും ഒറ്റയ്ക്ക് വിജയിക്കുന്നില്ലെന്ന് നമുക്കോർക്കാം.